ഹലോ ഫ്രണ്ട്സ്, കാശീസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെടിയെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? പറമ്പിലും ഒക്കെ കിളിച്ച് നിൽക്കുന്ന ഒരു ചെടി ഞാൻ ഈ ഇടയ്ക്ക് അറിഞ്ഞത്, അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് കേശവർദ്ധിനി, കേശസംരക്ഷണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചെടി. സാധാരണയായിട്ട് നമ്മൾ ചെടികൾ നടുന്ന പോലെ നട്ട് വളർത്തുന്നതാണ് ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ ചെടിയെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഒരു ചെറിയ തൈ വെച്ച് നമുക്കിത് നടാവുന്നതാണ്. ഇതാണെങ്കിൽ ഏട്ടൻ ജോലിക്ക് പോയിടത്തുനിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ചെറിയൊരു പൂ പിടിക്കുന്നത് അങ്ങനെയാണ് കൊണ്ടുവന്ന് നട്ടത്. കുറച്ച് നാളെ ആയുള്ളൂ ഇത് ഔഷധ ഗുണമുള്ളതാണ് എന്ന് അറിഞ്ഞത്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന് നട്ട ചെടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് മൂലം ഉണക്കൊക്കെ ആയ സമയത്ത് അതങ്ങ് കരിഞ്ഞു പോയായിരുന്നു. പക്ഷേ അതിൻ്റെ ആ സമയത്ത് പിടിച്ച പൂവിൽ നിന്ന് വീണിട്ടുള്ള തൈകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരു മഴയൊക്കെ പെയ്ത് കുറേ വെള്ളമൊക്കെ അതിൻ്റെ മൂട്ടിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ തൈകൾ കിളിച്ചു വന്നു. ഒത്തിരി ആയപ്പോഴത്തേക്ക് കുറേയൊക്കെ പിഴുത് കളയൊക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ് എന്ന് നമ്മൾ അറിയുന്നത്. അതായത് ഇത് മുടിയുടെ ആരോഗ്യത്തിന്, ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് കേശവർദ്ധിനി അഥവാ കേശസംരക്ഷണി. മുടിയുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ്. അതായത് ഇതിൻ്റെ ഇലയ്ക്ക് ഒരു ഗന്ധമുണ്ട്. അതായത് നമ്മളിങ്ങനെ മണത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു നല്ല മണം നമുക്ക് അനുഭവപ്പെടാം. ഇതിൻ്റെ പൂവാണെങ്കിൽ ഒരു വയലറ്റ് നിറത്തിലുള്ളതാണ്. അതായത് പൂവ് ഉണങ്ങിയാണ് ഈ ചെടിയുടെ വിത്തുണ്ടാവുന്നത്. നമുക്ക് അങ്ങനെ നടാം. ഇതിൻ്റെ ഒരു തണ്ടൊടിച്ച് വെച്ച് നട്ടാലും നന്നായിട്ട് കിളിക്കുന്നതാണ്. അതായത് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഈ കേശവർദ്ധിനി ചെടി. പേര് പോലെ തന്നെ ഗുണവുമുണ്ട്. അതായത് ഇതിൻ്റെ നീരെടുത്ത് എണ്ണ കാച്ചി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് താളിയായിട്ട് ഉപയോഗിക്കാം. അതായത് താരൻ മാറാനും അകാലനര മാറാനും മുടി കൊഴിച്ചിൽ കുറച്ച് മുടി നന്നായിട്ട് വളരാനുമൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ തൊടിയിലും പറമ്പിലും മുറ്റത്തും ഒക്കെ കിളിച്ച് നിൽക്കുന്ന പല ചെടികൾക്ക് എന്തുമാത്രം ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമ്മളൊന്നും അറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ അറിഞ്ഞ ഈ ഒരു വലിയ അറിവ് നിങ്ങൾക്കും പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ചെടിയെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിലൊക്കെ ഈ ചെടി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് എണ്ണ കാച്ചുവോ അല്ലെന്നുണ്ടെങ്കിൽ താളിയായിട്ടൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കും. നമുക്ക് നോക്കാമല്ലോ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാകുമോ. വിഷമൊന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്